ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് പിന്നെ ഞാൻ റമദാനിന് വേണ്ടി ഉണ്ടാക്കി വെക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്ക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നത് കേട്ടോ. അപ്പോൾ 3 തരത്തിലുള്ള ഡ്രിങ്ക്സ് നമുക്ക് റെഡിയാക്കി വെക്കാൻ വേണ്ടി പറ്റുന്ന, സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഡ്രിങ്ക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഒന്ന് നല്ല പ്രോട്ടീനൊക്കെ ഉള്ള നല്ല റിച്ച് പൗഡറാണ്. ആ പൗഡർ നമ്മൾ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഒരു മാസം വരെ നമുക്ക് കേടൊന്നും കൂടാണ്ട് വെക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിൽ നിന്ന് ഓരോ സ്പൂൺ എടുത്തിട്ട് പാല് ചൂടാക്കിയിട്ടോ അല്ലെങ്കിൽ തണുപ്പിച്ചിട്ടോ നമുക്ക് ഒഴിക്കാൻ വേണ്ടി പറ്റും. പിന്നെ നന്നാറി സിറപ്പുമാണ് കാണിക്കുന്നത് കേട്ടോ. നന്നാറി വെച്ചിട്ട് തന്നെ 2 തരത്തിലുണ്ട്. പിന്നെ ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയതെന്ന് പറഞ്ഞാൽ അസ്ലങ്കാൻ്റെ സമാക്കോൻ്റെ ട്രിപ്പ്, ഓഫീസ് കമ്പനി വക ഒരു ട്രിപ്പ് ഉണ്ടായിരുന്നു നമുക്ക് ഡെസേർട്ട് ഡ്രൈവിൻ്റെ. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇവിടുന്ന് ഇങ്ങനെ ഒരു ഡെസേർട്ട് ഡ്രൈവ് പോകുന്നത്. എല്ലാ കൊല്ലവും ഇവർക്ക് സ്റ്റാഫിന് കൊടുക്കുന്ന ഒരു പ്ലഷർ ട്രിപ്പാണ്. അടിപൊളിയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യം ഞാൻ കാണിക്കുന്നത് നന്നാറിയാണ് കേട്ടോ. നന്നാറി എന്ന് പറഞ്ഞാൽ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതാണ്. ഇത് ഇവിടെ വാങ്ങിക്കാൻ വേണ്ടി കിട്ടില്ല. അപ്പോൾ ഞാൻ എല്ലാ പ്രാവശ്യവും നാട്ടിൽ നിന്ന് തിരിച്ച് വരുന്നേരം കൊണ്ടുവരുന്ന കുറച്ച് സാധനങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒരു സാധനമാണിത്. അപ്പോൾ ഇത് കൊത്തിത്തറച്ചിട്ടാണ് ഞാൻ വാങ്ങിക്കൽ കേട്ടോ. കാരണം പെട്ടെന്ന് ഫ്ലേവർ ഇറങ്ങി കിട്ടാൻ നല്ലത് ഇത് ഒരെണ്ണം മരുന്ന് പീടികയിൽ നിന്നാണ് ഇത് വാങ്ങിക്കുക. അപ്പോൾ ഓരോട് ഇത് കൊത്തിത്തറച്ച് തരാൻ പറഞ്ഞാൽ ഒരിങ്ങനെ ആക്കിയിട്ട് തരും. അപ്പോൾ ഇത് വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഫസ്റ്റ് ക്വാളിറ്റി വേറെ ഉണ്ട്, സെക്കൻഡ് ക്വാളിറ്റി വേറെ ഉണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നല്ല എണ്ണ നോക്കിയിട്ട് വാങ്ങിക്കുക, എന്നാലാണ് നല്ല ഫ്ലേവർ വരുള്ളൂ. അപ്പോൾ ഞാനിത് നല്ലത് നോക്കി വാങ്ങിയിട്ട് ഇത് കൊത്തിത്തറച്ച് കൊണ്ടുവന്നതാണ്. അപ്പോൾ അതിനി ആദ്യം നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം കേട്ടോ. ഇത് എത്ര എടുക്കണം എന്നൊക്കെ ഉള്ളത് നിങ്ങളെ ഇഷ്ടം. ഞാനിപ്പോൾ ഒരു കുറച്ച് കൂടുതൽ ഉണ്ടാക്കുന്നുണ്ട്. നോമ്പിന് മുഴുവനായിട്ട് വെക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. ഇത് ലൈഫ് ലോങ് ഇതാണ്, ഗ്യാരണ്ടിയാണ്, കുറേ വെക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഞാനിത് നന്നായിട്ട് 3-4 പ്രാവശ്യം വെള്ളത്തിൽ കഴുകി കൊണ്ടുവന്നതിന് ശേഷം നല്ല വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനിത് ഒരു ദിവസം ഇവിടെ സോക്ക് ചെയ്തിട്ടാണ് ഉണ്ടാക്കൽ കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇതിൻ്റെ സത്തൊക്കെ അതിൽ ഇറങ്ങിക്കോളും. അപ്പോൾ അതാ പിറ്റേന്നാണ് കേട്ടോ, ഞാൻ ഇന്നലെ കാണിച്ച ആ സോക്ക് ചെയ്ത വെള്ളമാണ്, വെള്ളത്തിലുള്ള നന്നാറിയാണിത്. അപ്പോൾ ഒരു ദിവസം ഫുള്ളായിട്ട് ഞാനിതിവിടെ സോക്ക് ചെയ്ത് വെച്ചതാണ്. ഇതിപ്പോൾ കണ്ടതിൻ്റെ കളറൊക്കെ മാറി കണ്ടില്ല. അപ്പോൾ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ഈസിയാണ്. ഇങ്ങനെ വെക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, പക്ഷേ ഞാനിങ്ങനെ ചെയ്യലുണ്ട് കുറച്ചും കൂടി ഒരു ഫ്ലേവർ ഇറങ്ങി കിട്ടാൻ വേണ്ടിയിട്ട്. കാരണം ഇത് വേസ്റ്റ് ആക്കണ്ട എന്നുള്ളതിൽ മാക്സിമം അതിൻ്റെ ഉള്ളിലുള്ള സത്ത് ഞാൻ ഇറക്കി എടുത്തിട്ടാണ് ഇത് കളയലുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഒരു ദിവസം മുന്നേ പുതിർത്തി വെച്ചത്. ഇനിയിപ്പോൾ നമുക്കത് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം. ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കുക, അടി കട്ടിയുള്ള നല്ല കട്ടിയുള്ള വെയിറ്റുള്ള ചെമ്പന്നെ വേണം, അല്ലെങ്കിൽ പെട്ടെന്ന് പഞ്ചസാരയാണ് അടി പിടിച്ചു പോകും കേട്ടോ. അപ്പോൾ ഞാനിവിടെ 2.5 കിലോ പഞ്ചസാരയാണ് എടുത്തത്. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനത്തെ ഒരു കപ്പിൽ കാണിച്ചെന്നേ ഉള്ളൂ. 2.5 കിലോ പഞ്ചസാര എടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയാണ് കാണിക്കുന്നതെന്നുള്ള. അപ്പോൾ ഏത് പാത്രത്തിലാണോ നിങ്ങൾ പഞ്ചസാര അളന്നത് ആ സെയിം പാത്രത്തിൽ തന്നെ അത്ര തന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഈക്വൽ ക്വാണ്ടിറ്റിയാണ് വെള്ളം ഒഴിക്കേണ്ടത്, സെയിം. അപ്പോൾ അതിൽ കുറച്ച് കുറഞ്ഞു പോയാൽ നന്നാറി സിറപ്പ് കട്ടി കൂടുതലായിട്ട് പിന്നെ നിങ്ങൾ കുപ്പിയിൽ ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ 2 ദിവസം കഴിഞ്ഞാൽ പഞ്ചസാര ഇങ്ങനെ കട്ടിയായിട്ട് കാണും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സെയിം ക്വാണ്ടിറ്റി ഒഴിക്കണം എന്ന് പറഞ്ഞത്. ഇനിയിപ്പോൾ അത് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. തീയൊക്കെ ഓണാക്കി വെച്ചിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇളക്കി മിക്സ് ആക്കി കൊടുക്കുക. ഈ പഞ്ചസാര അലിയുന്ന വരെ വെയിറ്റ് ചെയ്യണം കേട്ടോ. നന്നായിട്ട് തിള വരുന്ന വരെ വെയിറ്റ് ചെയ്യുക. തിളച്ച് കഴിഞ്ഞാലാണ് നമ്മൾ ഇതിലേക്ക് ഇനി നന്നാറി ചേർത്ത് കൊടുക്കേണ്ടത്. ഇനിയിപ്പോൾ അത് ചെറുതായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പഞ്ചസാരയൊക്കെ അലിഞ്ഞ് ഇത് കണ്ടോ, അപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ സമയത്ത് നമ്മൾ നാട്ടിലാണെങ്കിൽ നാട്ടിലത്തെ പഞ്ചസാരയിലുള്ള വേസ്റ്റ് കളയാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ മുട്ടൻ്റെ വെള്ള ഇതിൻ്റെ മേലെ ഒഴിച്ച് കൊടുക്കും, അല്ലെങ്കിൽ ചെറുനാരങ്ങൻ്റെ നീര് ഒഴിച്ച് കൊടുക്കും. എന്നുവെച്ചാൽ ആ പഞ്ചസാരയിലുള്ള കച്ചറയൊക്കെ ഒഴിവായിട്ട് അപ്പോൾ അത് മേലെ അങ്ങനെ പൊന്തി വരും. അപ്പോൾ നമ്മൾ കയ്യിലോണ്ട് അത് ഊറ്റി കളഞ്ഞാൽ മതി. പക്ഷേ ഇവിടെ കിട്ടുന്ന പഞ്ചസാരക്ക് അങ്ങനത്തെ ഒരു വേസ്റ്റും ഇല്ല. നല്ല പ്യുവർ വൈറ്റ് കളറിലുള്ള പഞ്ചസാരയാണ് ഇവിടെ വരുന്നത്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ അത് രണ്ടും ഇതിൽ ഒഴിക്കുന്നില്ല കേട്ടോ. നാട്ടിൽ നിന്നാണെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യലുണ്ട്. മുട്ടൻ്റെ വെള്ളം അല്ലെങ്കിൽ ചെറുനാരങ്ങൻ്റെ നീര് ഒഴിച്ചിട്ട് അതിൻ്റെ വേസ്റ്റ് കളയണം. ഇനിയിപ്പോൾ അത് നന്നായിട്ട് തിള വന്നിട്ട് 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു വെള്ളത്തോട് കൂടി നന്നാറി മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. കംപ്ലീറ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മളിങ്ങനെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്ന ഈ ഒരു നന്നാറിക്ക് നമ്മൾ ശരിക്കും പുറത്തുനിന്ന് വാങ്ങിക്കുന്നതിനെക്കാട്ടും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കി നോക്കിയാൽ തന്നെ മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇത് ഇപ്പോൾ എനിക്കിപ്പോൾ വീഡിയോ കൂടി നിങ്ങൾക്ക് തരാൻ വേണ്ടി പറ്റില്ലല്ലോ, അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി തരുമായിരുന്നു. അത്രയും അടിപൊളിയാണ്, നല്ല ഫ്ലേവറാണ് ഇതിന് കേട്ടോ നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുകയാണെങ്കിൽ. അപ്പോൾ ഇതിന് തിളച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് കളറൊക്കെ ചെറുതായിട്ട് മാറാൻ തുടങ്ങി. ഇതിന് ഒരു 2 മണിക്കൂറെങ്കിലും മിനിമം എടുക്കും കേട്ടോ അത് തിളച്ച് സെറ്റായി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ പെട്ടെന്ന് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഫ്ലേവർ കുറഞ്ഞിട്ടാണ് കിട്ടുക. അപ്പോൾ ഞാനിതിവിടെ 2-2.5 മണിക്കൂറോളം ഞാനിങ്ങനെ വേവിച്ചെടുത്തതിന് ശേഷമാണ് കളയൽ. കാരണം നന്നാറി ഇവിടെ വേറെ വാങ്ങിക്കാനൊന്നും കിട്ടില്ല. അപ്പോൾ ഉള്ള നന്നാറി ഞാൻ മാക്സിമം എടുത്തിട്ടേ ഞാനത് കളയലുള്ളൂ. അപ്പോൾ അതിന് നമുക്ക് മൂടി വെച്ച് കൊടുക്കുക. അവിടെ നിന്ന് ആവട്ടെ, കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ഒരു മീഡിയം തീയിലാക്കിയിട്ട് വെച്ച് കൊടുത്താൽ മതി കേട്ടോ, അവിടെ നിന്ന് അങ്ങ് ആയിക്കോളും. ഇനിയിപ്പോൾ അടുത്തത് അത് അവിടെ നിന്ന് ആവണ നേരം കൊണ്ട് ഞാനിപ്പോൾ അടുത്ത ഡ്രിങ്കിൻ്റെ പൗഡറാണ് കാണിക്കുന്നത്. ഞാനൊരു പാന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനിപ്പോൾ ഇത് 1/2 കപ്പിൻ്റെ മെഷറിംഗ് കപ്പാണ്. അത് നിറച്ച് ഞാൻ ബദാമാണ് എടുത്തത് കേട്ടോ, ആൽമണ്ട്. അപ്പോൾ ഇത് തോല് പോക്കിയിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. ഞാനിപ്പോൾ തോലൊന്ന് കളയാണ്ട് തന്നെയാണ് എടുത്തത്. എന്നിട്ട് ചെറുതായിട്ടൊന്ന് മീഡിയം തീയിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം കേട്ടോ. ഫ്രൈ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ആക്കി എടുക്കുക. ചെറുതായിട്ടൊന്ന് കളറ് മാറണം. നമ്മളിങ്ങനെ കൈകൊണ്ട് പിടിച്ച് നോക്കിയാൽ ബദാമൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ടാവണം. ഇപ്പോൾ കണ്ടോ കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഈ ഒരു പാകത്തിലാണ് വേണ്ടത്. കൂടുതൽ നേരം ഇട്ടിട്ട് ഇതാക്കാൻ നിൽക്കരുത്, കാരണം ഇതിൽ നിന്നൊക്കെ എണ്ണ ഇറങ്ങാൻ തുടങ്ങും. അപ്പോൾ ആ ഒരു എണ്ണ ഇറങ്ങുന്ന സ്റ്റേജ് വരെ എത്തിക്കാൻ പാടില്ല. ഒന്ന് കൈകൊണ്ട് തൊട്ട് നോക്കിയാൽ മതി. നന്നായിട്ട് ചൂടായി എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്കിത് വേറെ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കണം.
അപ്പോൾ ഇങ്ങനത്തെ എല്ലാ നട്ട്സും ചൂട് അധികമായി കഴിഞ്ഞാൽ ഇതിൽ നിന്ന് എണ്ണ ഇറങ്ങും ട്ടോ. അപ്പോൾ എണ്ണ ഇറങ്ങുന്ന സ്റ്റേജിലേക്ക് ആക്കരുത്. ഇതിപ്പോൾ കറക്റ്റാണ്. ഇപ്പം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ അടുത്തത് ആ സെയിം പാനിൽ തന്നെ ഇതിപ്പോൾ അവിടെ മാറ്റി വെക്കുക. ഇനിയിപ്പോൾ അടുത്തത് ഞാൻ എടുക്കുന്നത് പീനട്ടാണ് ട്ടോ. നമ്മളെ കടല, നിലക്കടല. അത് തോല് പോക്കിയിട്ടാണ് എടുക്കേണ്ടത്. അപ്പോൾ ഇതിവിടെ കിട്ടുന്ന വലിയ ടൈപ്പിലുള്ള നിലക്കടലാണ്. ഏത് കടലായാലും പ്രശ്നമില്ല കേട്ടോ. ഇന്ത്യൻ കടലായാലും കുഴപ്പമൊന്നുമില്ല. ഇതിവിടെ കിട്ടൽ ഇങ്ങനത്തെ നല്ല നീളമുള്ള ടൈപ്പാണ്. അപ്പോൾ അത് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതും ഇതേപോലെ തന്നെ ചെറുതായിട്ടൊന്ന് ചൂടായിട്ട് വരണം. ഓവറായിട്ട് ചൂടാക്കാൻ പാടില്ല ട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് ഓവറായിട്ട് ചൂടായി കഴിഞ്ഞാൽ ഇതിന്ന് എണ്ണ ഇറങ്ങാൻ തുടങ്ങും. അപ്പോൾ ഈ ഒരു പാകത്തിൽ തന്നെ എടുക്കണം ട്ടോ. ചെറുതായിട്ടൊന്ന് ഇങ്ങനെ കളറും മാറും. അതേപോലെ തന്നെ നമുക്ക് കൈകൊണ്ട് തൊട്ട് നോക്കിയാൽ നല്ല ചൂടായിട്ടുണ്ടാവും കടല. അതാണ് ഇതിൻ്റെ പാകം എന്ന് പറയുന്നത്. ആ ഒരു പാകത്തിലായി കഴിഞ്ഞാൽ നമുക്കിത് എടുത്ത് മാറ്റാം ട്ടോ. നേരത്തെ നമ്മൾ ബദാം കോരി ആ സെയിം പ്ലേറ്റിലേക്ക് തന്നെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ദാ നമ്മളെ പീനട്ടും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഇടുന്ന നട്ട്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ എടുക്കാം ട്ടോ. ഇന്നതെന്നൊന്നുമില്ല. ഞാനിപ്പോൾ കാണിക്കുന്നത് ഒരു എന്താ പറയുക ഒരു ഏകദേശം എൻ്റെ കയ്യിലുള്ള നട്ട്സൊക്കെ വെച്ചിട്ടാണ് ഞാനിപ്പോൾ കാണിച്ചു തരുന്നത്. ഇനിയിപ്പോൾ അണ്ടിപ്പരിപ്പാണ് എടുത്തത്. അണ്ടിപ്പരിപ്പ് ഒരു 1/4 കപ്പേ എടുത്തിട്ടുള്ളൂ ട്ടോ. ഞാനിപ്പോൾ കാണിച്ച കപ്പ് എന്ന് പറയുന്നത് 1/2 കപ്പാണ്. അതിൻ്റെ 1/4 കപ്പാണ് അണ്ടിപ്പരിപ്പ് എടുക്കുന്നത്. അണ്ടിപ്പരിപ്പിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടണ്ട. കാരണം ഇത് നല്ലതൊക്കെ തന്നെ, പക്ഷെ എന്നാലും പെട്ടെന്ന് കൊളസ്ട്രോളൊക്കെ കൂടുന്ന ഒരു സാധനമാണ് ഇതിൻ്റെ ക്വാണ്ടിറ്റി കൂടിപ്പോയാൽ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ 1/4 കപ്പ് മതി. അപ്പോൾ അതും ഇതേപോലെ തന്നെ ഞാൻ ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കണ്ടില്ലേ ചെറുതായിട്ടൊന്ന് കളറൊക്കെ ഒന്ന് മാറി. അപ്പോൾ തൊട്ട് നോക്കിയാൽ അണ്ടിപ്പരിപ്പൊക്കെ നല്ല ചൂടായിട്ടുമുണ്ട്. ഇനിയിപ്പോൾ ഇതും ആ സെയിം പാത്രത്തിലേക്ക് തന്നെ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 3 ടൈപ്പിലുള്ള നട്ട്സാണ് എടുത്തത്. ഇതിലിപ്പോൾ നിങ്ങൾക്ക് വാൽനട്ട്സ് വേണമെങ്കിൽ ചേർക്കാം. ഇഷ്ടമുള്ള നട്ട്സൊക്കെ ചേർക്കട്ടെ. വാൽനട്ട്സിൻ്റെ ചൊയ ഇവിടെ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇടാത്തത്. ഇനിയിപ്പോൾ അത് ഒരു മിക്സിയിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കണം. പൊടിച്ചെടുക്കാന്ന് പറഞ്ഞാൽ മിക്സി നമ്മൾ തലേന്ന് തന്നെ കഴുകി ഉണക്കി വെച്ച മിക്സി ആയിരിക്കണം. ഒരു തുള്ളി വെള്ളം എവിടെയും നനവൊന്നും ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ പൗഡർ കേടായി പോകും ട്ടോ. അതുകൊണ്ട് തന്നെ അത് ശ്രദ്ധിക്കുക. തലേന്ന് തന്നെ കഴുകി ഉണക്കി വെച്ച മിക്സി ആയിരിക്കണം. ഇനിയിപ്പോൾ നമ്മൾ ഈ വറുത്ത് വെച്ച എല്ലാ നട്ട്സും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ബാക്കി ഇൻഗ്രീഡിയൻസ് ഈ മിക്സിയിലേക്കാണ് നമ്മൾ ഇടേണ്ടത് ട്ടോ. ആദ്യം നട്ട്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് പഞ്ചസാര ചേർക്കാണ്ട് ഇങ്ങനെ പൊടിക്കണമെങ്കിൽ പൊടിക്കട്ടെ. ഞാനിപ്പോൾ പഞ്ചസാര ചേർത്തിട്ടാണ് പൊടിക്കുന്നത്. ഇനിയിപ്പോൾ ഫ്ലേവറിന് വേണ്ടി 2 ഏലക്കായും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അധികം ചൊയ വേണ്ടാത്തതുകൊണ്ടാണ് 2 എണ്ണം ഇടുന്നത്. നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ ഒരു 4, 5 ഏലക്കായ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പഞ്ചസാര തീരെ ഇടാണ്ടും ചേർക്കാം കേട്ടോ. അങ്ങനെ പൊടിച്ചെടുക്കുക. ഇതിപ്പം മറ്റേ നമ്മളെ സാഫ്രോണാണ്, സാഫ്രോൺ കുങ്കുമപ്പൂ. അപ്പോൾ അത് ഫ്രഷ് കുങ്കുമപ്പൂ ഉണ്ടെങ്കിൽ അതന്നെ ഇട്ട് കൊടുക്കുക. എൻ്റെ അടുത്ത് ഇപ്പോൾ ഇവിടെ ഇങ്ങനത്തെ പൗഡറാണുള്ളത്, അതാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ചെറുതായിട്ടൊരു കളറും വരും, ആ ഒരു ഫ്ലേവറും വരും. അതിന് വേണ്ടിയിട്ടാണ് സാഫ്രോൺ ഇട്ട് കൊടുക്കുന്നത്. ഉണ്ടെങ്കിൽ ഇടുക, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുക കേട്ടോ. ഇനി ഇത് നന്നായിട്ട് പൗഡറാക്കി കൊണ്ടുവരിക. ഇപ്പോൾ നന്നായിട്ട് പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിപ്പോൾ കണ്ടോ, ഇത് അധികം മിക്സിയിലിട്ടിട്ട് കറക്കാൻ നിൽക്കരുത്. കാരണം അപ്പോഴത്തേക്ക് ഇതിൽ നിന്ന് എണ്ണ ഇറങ്ങാൻ തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് തന്നെ നോക്കിയിട്ട് പൊടിച്ച് കൊണ്ടുവരിക കേട്ടോ. കൂടുതലായിട്ട് മിക്സിയിലിട്ടിട്ട് തിരിച്ച് കഴിഞ്ഞാൽ ഇത് എണ്ണയായി പോകും. പീനട്ട് ബട്ടർ പോലെയൊക്കെ ആയിട്ടാണ് വരിക പിന്നെ. അപ്പോൾ ഈ ഒരു പൗഡർ ഫോമിൽ തന്നെ പൊടിച്ചിട്ട് ഇങ്ങ് എടുക്കാൻ നോക്കുക. അപ്പോൾ അത് ഫുള്ളായിട്ട് ഇങ്ങനെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിന് ചൂടാറാൻ വേണ്ടി വെക്കണം കേട്ടോ. ചെറുതായിട്ടൊന്ന് ആറണം. എന്നാലാണ് നമുക്കിത് കുപ്പിയിലൊക്കെ ഇടാൻ എളുപ്പത്തിൽ ഇടാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഒന്ന് ഒരു പ്ലേറ്റിലോ അല്ലെങ്കിൽ പാത്രത്തിലൊക്കെ നിരത്തിയിട്ട് ഇങ്ങനെ ഒന്ന് വെച്ചാൽ മതി. ഒരു 5, 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഇത് നല്ല ഡ്രൈ ആയിട്ട് വരും. അപ്പോൾ ഇതിൽ പഞ്ചസാര ചേർത്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കുപ്പിയിലിടാനും ഒന്ന് പാനിലിട്ടിട്ട് ചൂടാക്കിയാൽ നമുക്ക് ബ്രെഡ് ക്രംസ് ഒക്കെ പോലെ തന്നെ കുപ്പിയിലിട്ട് വെക്കാൻ വേണ്ടി പറ്റും. പക്ഷേ എനിക്കിപ്പോൾ അത് ചൂടാക്കാൻ വേണ്ടി പറ്റില്ല. കാരണം ഞാനിതിൽ 1/2 കപ്പ് പഞ്ചസാര ചേർത്തിട്ടുണ്ടല്ലോ. അപ്പോൾ പഞ്ചസാര ഇട്ടുള്ളതുകൊണ്ട് പാനിൽ ചൂടാക്കുന്ന സമയത്ത് അതങ്ങ് മെൽറ്റായി പോകും. അപ്പോൾ നിങ്ങളിത് പഞ്ചസാര ചേർക്കാണ്ട് ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചൂടാക്കിയിട്ടും വെക്കാം കേട്ടോ. ഞാൻ കുറച്ച് ചെറിയൊരു മധുരത്തിലാണ് ഇതാക്കിയത്. അപ്പോൾ അതാ ഇതിന് ചൂടാറട്ടെ, എന്നിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇപ്പോൾ നമ്മളെ നന്നാറി ഇവിടെ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. കറക്റ്റ് 1 മണിക്കൂറായിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക എവിടെ എത്തി എന്നുള്ളത്. അപ്പോൾ കണ്ടോ, അപ്പോൾ ഒഴിച്ചതിനെക്കാട്ടിലും കുറച്ചും കൂടെ ഒന്ന് വെള്ളം താന്ന് വന്ന്, കാരണം വറ്റി ഒരു ഏകദേശം ഒരു 1/4 ഭാഗം ഒന്ന് അരഭാഗം ഒന്ന് വറ്റി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതിൻ്റെ കളർ കണ്ടോ, ഈ ഒരു കളറിലേക്കായി. അപ്പോൾ നന്നായിട്ട് ഒന്ന് കുറുകാൻ തുടങ്ങി. അപ്പോൾ ഞാനിപ്പോൾ ഇനി 1 മണിക്കൂറും കൂടെ നേരെ ഇതൊന്ന് കുറുക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് നന്നായിട്ട് റെഡി ആയിട്ട് വരിക. ഇനിയിപ്പോൾ നമ്മളെ പൗഡർ ഇവിടെ തണുത്തിട്ടുണ്ട്. അതിന് നമുക്ക് കുപ്പിയിലേക്ക് ആക്കാം. ഇതിപ്പോൾ കണ്ടോ, ചൂടാറിയതിന് ശേഷം ഈ ഒരു പാകത്തിലാണുള്ളത്. അപ്പം ഇനി ഇത് നമുക്ക് നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഏതെങ്കിലും പാത്രത്തിലോ അല്ലെങ്കിൽ സാധാ കവറിലിട്ടാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഏതെങ്കിലും ഒരു കവറിൽ സിപ്പ് ലോക്കിൻ്റെ കവറോ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിലിട്ടാലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ എടുത്ത് വെച്ചാൽ മതി. പിന്നെ ഞാനിതിവിടെ ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കൽ. പുറത്ത് വെച്ചാൽ ചിലപ്പോൾ കേടാവാനുള്ള ചാൻസ് ഉണ്ട്. കാരണം നട്ട്സ് നമ്മൾ പൊടിച്ചതായതുകൊണ്ട് തന്നെ ആ പൗഡർ ഡ്രൈ ഫോമിലല്ല ഇപ്പോൾ ഇതുള്ളത്. ഞാൻ പഞ്ചസാരയും കൂടെ ചേർത്തിട്ടാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ ഫ്രിഡ്ജിലാണ് വെക്കൽ കേട്ടോ. ഫ്രിഡ്ജിൽ വെക്കലാണ് ഏറ്റവും സേഫ് എന്ന് പറയുന്നത്. 1 മാസം വരെ അത് കേടൊന്നാവില്ല. ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അപ്പോൾ ഒരു ആ ഉണ്ടാക്കിയ ക്വാണ്ടിറ്റിയാണ് ഇപ്പോൾ ഇത് കണ്ടോ. അപ്പോൾ കുറഞ്ഞ 1/2 കപ്പ് വെച്ചിട്ട് നമ്മൾ ബദാമും ഇതൊക്കെ എടുത്തിട്ടുള്ളൂ. അതുപോലെ തന്നെ 1/4 കപ്പാണ് അണ്ടിപ്പരിപ്പ് എടുത്തത്. എന്നാലും നല്ല ക്വാണ്ടിറ്റി ഉണ്ട്.
അപ്പോൾ നമ്മളെ നന്നാറി ഇവിടെ 1 മണിക്കൂറും കൂടെ കഴിഞ്ഞു ട്ടോ. 1 1/4 മണിക്കൂറും കൂടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഇത് നോക്ക് നമ്മൾ വെച്ചതിൻ്റെ നേർ പകുതിയപ്പം സിറപ്പുള്ളൂ ട്ടോ. മേലെ വരെ ഉണ്ടായിരുന്നു. അതുവരെ ഇപ്പോൾ പകുതീൻ്റെ താഴെ എത്തിയിട്ടുണ്ട് ചെമ്പിൻ്റെ. ഈ ഒരു പാകമാണ് വേണ്ടത്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ കളറും അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു ടെക്സ്ചറും. വല്ലാണ്ട് അങ്ങ് ഷുഗർ സിറപ്പ് പോലെ ആയി പോകാൻ പാടില്ല. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എടുക്കണം ട്ടോ. അല്ലെങ്കിൽ കുറച്ചും കൂടെ കട്ടിയായി പോയി കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒഴിക്കുന്ന കുപ്പിയിലൊക്കെ ഒഴിക്കുന്ന സമയത്തൊക്കെ നല്ല കറക്റ്റായിട്ട് തന്നെ വരും. പക്ഷേ 2 ദിവസങ്ങളത് നന്നാരി സിറപ്പ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് കാണാം കുപ്പീൻ്റെ സൈഡിലും ചുറ്റിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ പഞ്ചസാര കട്ടിയായിട്ട് നിൽക്കുന്നത് കാണും. അതെന്താണെന്ന് വെച്ചാൽ ആ കറക്റ്റ് ടെക്സ്ചർ അല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ ആയി വരുന്നത്. ഈ ഒരു പാകത്ത് തന്നെ എടുക്കണം ട്ടോ. ഇതിപ്പോൾ കണ്ടില്ലേ നല്ല വെള്ളം പോലാണ് ഉള്ളത്. ഈ ഒരു പാകത്ത് തന്നെ എടുക്കണം. അപ്പോൾ ഇത് ഇനി നമ്മൾ കുപ്പിയിൽ ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ 2, 3 ദിവസം കഴിഞ്ഞാൽ ഇതിന് കുറച്ചും കൂടെ ഒരു കട്ടി വരികയും ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയെടുക്കേണ്ടത് കേട്ടോ. ഇനി നമ്മളിത് അരിച്ചെടുക്കണം. അപ്പോൾ സാധാരണ നമ്മൾ നാട്ടിൽ ചെയ്യുക എന്താണെന്ന് വെച്ചാൽ കോട്ടൻ്റെ തുണി വെച്ചിട്ടാണ് അരിച്ചെടുക്കുക കേട്ടോ. ഞാനിപ്പോൾ തുണിയിലൊന്നും അരിക്കുന്നില്ല. ഇങ്ങനത്തെ അരിപ്പയിലാണ് അരിച്ചെടുക്കുന്നത്. അപ്പോൾ നിങ്ങളടുത്ത് തുണി ഉണ്ടെങ്കിൽ തുണി വെച്ചിട്ട് അരിച്ചെടുത്താലും മതി. ഞാനിപ്പോൾ തുണിയൊന്നും എടുക്കാത്തത് എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ യൂസ് ചെയ്യാനുള്ള കുറച്ച് പൊടി ഉണ്ടെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഞങ്ങൾക്ക് തന്നെ ആണല്ലോ, പുറത്ത് കൊടുക്കാനൊന്നുമല്ല, നമുക്ക് തന്നെ ആയതുകൊണ്ട് ഞാനിപ്പോൾ ഇങ്ങനെ ഒന്ന് അരിച്ചെടുക്കണേ ഉള്ളൂ. അപ്പോൾ കാണാനൊക്കെ കുറച്ചും കൂടെ ഭംഗി, ആ കറുത്ത പൊടികളൊന്നും വേണ്ടാന്നൊക്കെ ഉണ്ടെങ്കിൽ ഇത് കോട്ടൻ്റെ തുണി വെച്ചിട്ട് അരിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു അരിച്ച ഈ ചണ്ടിയില്ലേ, ഈ ഒരു ചണ്ടി എന്നല്ല പറയുക, ഇതിൻ്റെ ഈ ഒരു നന്നാറി അതിൽ ഞാൻ ഇനിയും കുറച്ചും കൂടെ തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കും കേട്ടോ. കാരണം അതിൻ്റെ ഫുൾ ഇതും കൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഞാനത് ഒന്നും കൂടെ ഒന്ന് തിളപ്പിച്ചിട്ട് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടെ തിളപ്പിച്ചിട്ട് ആ വെള്ളം കൂടെ എടുക്കലുണ്ട്. അപ്പോൾ നമ്മളെ അടിപൊളി നന്നാരി സിറപ്പാണിത്. അപ്പോൾ ഇത് വെച്ചിട്ട് ഒരുപാട് തരം ഡ്രിങ്ക്സൊക്കെ ഉണ്ടാക്കട്ടോ. വെറും ഒരു സർബത്ത് മാത്രമൊന്നുമല്ല ഉണ്ടാക്കുക, ഒരുപാട് തരത്തിലുണ്ടാക്കുക. കഴിഞ്ഞ നോമ്പിനൊക്കെ ഞാൻ വത്തക്കൻ്റെ നന്നാരി വെച്ചിട്ട് കാണിച്ചിരുന്നു. വത്തക്കൊക്കെ കലക്കണത് കഴിഞ്ഞ നോമ്പിനൊക്കെ കാണിച്ച വീഡിയോ ആണ് കേട്ടോ. ഇപ്പോൾ അതാ ഞാൻ പറഞ്ഞല്ലോ, അതിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടെ തിളപ്പിച്ചെടുത്തതാണിത്. അതും കൂടെ ഇതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ എന്താ പറയുക, നമുക്കത് കളയാൻ വലിയൊരു മനസ്സിനൊരു പ്രയാസമില്ല. കംപ്ലീറ്റ് നമ്മൾ അതിൻ്റെ ഫ്ലേവർ മൊത്തം എടുത്ത് എന്നുള്ളൊരു സമാധാനത്തിൽ തന്നെ കളയാം. ഇതിപ്പോൾ കണ്ടില്ല, ഫുള്ളായിട്ട് അതിൻ്റെ മൊത്തം ഞാൻ തിളപ്പിച്ച് പിന്നെയും എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലൊന്നുമില്ല കേട്ടോ, കാരണം കൊത്തിത്തറച്ചതായതുകൊണ്ട് മാക്സിമം ഞാനത് ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് ഒഴിവാക്കാം. ഇനിയിപ്പോൾ അത് ചൂടാറിയതിൻ്റെ ശേഷം നമുക്ക് ഒരു കുപ്പിയിലേക്ക് മാറ്റി വെക്കാം കേട്ടോ. അത് ഒരുപാടുണ്ട്. അപ്പോൾ ഞാനത് വലിയ ഇങ്ങനത്തെ ഒരു കുപ്പിയിൽ ആണ് ആദ്യം ഒഴിച്ചേക്കുന്നത്. ബാക്കി ഞാൻ വേറെ പാത്രത്തിലാക്കി വെക്കുകയാണ്. അപ്പോൾ അതിലേക്ക് നമുക്കൊരു ഇങ്ങനത്തെ കുപ്പിത്തട്ട് വെച്ചിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. കുപ്പിത്തട്ട് എന്നാണ് പറയുക, നിങ്ങളെന്താ ഇതിന് പറയലെന്ന് അറിയില്ല. അപ്പോൾ നമുക്കത് വെച്ചിട്ട് കുറേശ്ശായിട്ട് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഒഴിക്കുന്ന സമയത്ത് ഫസ്റ്റ് ഒഴിക്കുന്ന സമയത്ത് ഇങ്ങനെ കുറച്ച് ലൂസായിട്ടാണ് ഉണ്ടാവുക. 2, 3 ദിവസം കഴിയുന്ന സമയത്ത് നമ്മൾ പുറത്തുനിന്ന് കാണുന്ന പോലത്തെ ആ ഒരു കട്ടിയിലേക്ക് ഇതായി വന്നോളൂ കേട്ടോ. ഇതിനെക്കാട്ടും കൂടുതൽ കട്ടി ആവാണ്ട് നോക്കണേ. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ആ ഒരു പ്രശ്നം ഉണ്ടാവും. അതുകൊണ്ട് അതൊന്ന് നോട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അത് ആ ഒരു കുപ്പി നിറച്ച് ഞാനിവിടെ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയും ഉണ്ട് കേട്ടോ. ഇങ്ങനത്തെ ഒരു 3, 4 കുപ്പി ഉണ്ടാവും ഞാനിപ്പോൾ ആക്കിയത്. അത്രയുണ്ട്. അപ്പോൾ നമുക്ക് നോമ്പിന് ഒരു പ്രയാസവും ഇല്ല. നോമ്പ് മൊത്തം ഇല്ലങ്ങ് കഴിഞ്ഞ് പോയിക്കോളും. നല്ലതാണ്. പിന്നെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എല്ലാ നോമ്പിനും ഞാനിത് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. ഈ നോമ്പിന് ആദ്യമായിട്ടല്ല, ഒരുപാട് വർഷമായിട്ട് ഉണ്ടാക്കുന്ന എൻ്റെ ശീലമാണിത്. എല്ലാ നോമ്പിനും ഞാനിത് ഉണ്ടാക്കി വെക്കലാണ്. കാരണം കുട്ടികൾക്കും ഭയങ്കര ഇഷ്ടമാണ്, നമുക്കും ഇഷ്ടമാണ്. ഇതുണ്ടെങ്കിൽ ഒരു സമാധാനമാണ്. അപ്പോൾ ഈ ഒരു നന്നാരി നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നാണ് കാണിച്ചത്. ഇനിയിപ്പോൾ അത് കലക്കുന്ന 2 രീതിയിൽ ഉണ്ടാക്കണം കൂടെ ഞാനൊന്ന് ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. എല്ലാവർക്കും അറിയണത് തന്നെയാണ്, എന്നാലും ഒന്ന് ഉണ്ടാക്കിയ സ്ഥിതിക്ക് ഒന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. ഇതിപ്പോൾ ചെറുനാരങ്ങൻ്റെ നീരാണ്. അതാദ്യം ഒഴിച്ച് കൊടുക്കുക. ഒരു ഗ്ലാസ്സിലേക്കുള്ളതേ ഞാൻ കാണിക്കുന്നുള്ളൂ കേട്ടോ, ഒറ്റ ഗ്ലാസ്. അതിലേക്ക് നമ്മൾ നന്നാരി സിറപ്പ് ഒഴിച്ച് കൊടുക്കുക. സിറപ്പൊക്കെ എത്ര വേണമെന്ന് വെച്ചാൽ അത് നോക്കിയിട്ട് കേട്ടോ. ഞാനിപ്പോൾ ഇത് ഒഴിച്ചിട്ട് ആച്ചിക്ക് കൊടുത്തപ്പോൾ പറഞ്ഞ മധുരം അധികമാണെന്ന്, എത്ര ഒഴിക്കേണ്ടതെന്നാണ് അവൻ പറഞ്ഞത്. ഞാനിപ്പോൾ വീഡിയോയിൽ കുറച്ച് അധികം ഒഴിച്ചിട്ടുണ്ട്. കാരണം ആദ്യം ഒഴിച്ചത് റെഡി ആയിരുന്നു. ഞാനത് പോരാൻ തോന്നിയിട്ട് കളർ പോരാൻ തോന്നിയപ്പോൾ കുറച്ചും കൂടെ ഒഴിച്ചു. അപ്പോഴാണ് അത് അധികമായത്. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു കളർ കുറച്ചും കൂടെ വരാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ചും കൂടെ ഒഴിച്ചതേനും. അപ്പോഴാണ് അധികമായത്. അപ്പോൾ അതായത് ഇങ്ങനെയാണ് നമ്മൾ നന്നാറി ലെമൺ വെച്ചിട്ട് ഉണ്ടാക്കുന്ന രീതി എന്ന് പറയുന്നത്. ഈ ലൈസൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടെ തണുപ്പാവും. ഞാനിപ്പോൾ പച്ചവെള്ളത്തിലാണ് കലക്കിയത്. അപ്പോൾ ഐസൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒന്നും കൂടെ ഒരു എന്താ പറയുക, റിഫ്രഷിങ് ആവും. ഇനിയിപ്പോൾ നമ്മളൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതാണ് ലെമൺ വെച്ചിട്ടുള്ള നാരങ്ങ സർബത്ത്. ഇനിയിപ്പോൾ അടുത്തത് ഞാൻ കാണിക്കുന്ന ഈ സെയിം നന്നാരി സിറപ്പ് വെച്ചിട്ട് തന്നെ നമ്മൾ മിൽക്ക് സർബത്ത് ഉണ്ടാക്കും. കോഴിക്കോടൊക്കെ എല്ലാവർക്കും അറിയണതായിരിക്കും ഫേമസ് ആയിട്ടുള്ള മിൽക്ക് സർബത്ത് എന്ന് പറയുന്നത്. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കുകയെന്ന് വെച്ചാൽ സെയിം തന്നെ നമ്മൾ നന്നാരി സിറപ്പ് ആദ്യം ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് പാല്, തണുത്ത പാലാണ് ഒഴിച്ച് കൊടുക്കേണ്ടത് കേട്ടോ. ചൂടാക്കിയ പാലൊന്നും ഒഴിക്കൂല കേട്ടോ, നല്ല തണുത്ത പാൽ തന്നെയാണ് ഒഴിച്ച് കൊടുക്കേണ്ടത്. ഇതാണ് നമ്മളെ കോഴിക്കോടൻ സ്പെഷ്യൽ എന്ന് പറയുന്ന മിൽക്ക് സർബത്ത് കേട്ടോ. അടിപൊളി സാധനമാണ്. അപ്പോൾ കുടിച്ച് നോക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. സൂപ്പർ സാധനമാണ് കേട്ടോ. അപ്പോൾ ഈ 2 ഡ്രിങ്ക് നമ്മളെ നോമ്പിന് നല്ല റിഫ്രഷിംഗ് ആണ്. നല്ല എന്താ പറയുക, നന്നാരി ആയതുകൊണ്ട് തന്നെ നമ്മളെ ശരീരത്തിനൊക്കെ തണുപ്പ് കിട്ടുന്ന സാധനം കൂടിയാണ്. ഇനിയിപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ച മൂന്നാമത്തെന്ന് പറയുന്നത് ഈ ഒരു ഡ്രിങ്കാണ് കേട്ടോ. ഇത് പൗഡറാണ്. ഇതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഒരു ഗ്ലാസ്സിലേക്ക് ഇങ്ങനത്തെ ഒരു ചെറിയ ടീസ്പൂണാണ് ഞാൻ ഇട്ടത് കേട്ടോ. എൻ്റെ കയ്യിലുള്ളത് ടീസ്പൂണാണ്.
എന്നിട്ട് അതിലേക്ക് ചൂടുള്ള പാലാണ് ഞാനിപ്പോൾ ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതും അതേപോലെ തന്നെ തണുത്ത പാലും ചെയ്യട്ടോ. തണുത്ത പാല് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മിക്സിയിലൊന്ന് അടിച്ചെടുത്താൽ മതി. അപ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റി ആയിരിക്കും. മിക്സിയിൽ പൗഡർ ഇട്ടിട്ട് പാലും ഇട്ടിട്ട് അടിച്ചെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റി ആയിട്ട് കിട്ടും. ഞാനിപ്പോൾ ചൂടുള്ള പാലിലാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. അവിടെ വാസി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, അവന് ചൂടുള്ളതാണ് ഇഷ്ടം. അപ്പോൾ അത് നന്നായിട്ട് കലക്കിയെടുക്കുക. അപ്പോൾ ഇതിൽ ഞാൻ ചെറുതായിട്ടേ മധുരം ചേർത്തിട്ടുള്ളൂ. ബാക്കി നമ്മൾ ആവശ്യത്തിന് മധുരം ഈ സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഏതായാലും കുറച്ച് പഞ്ചസാര ചേർത്ത്, സോറി മറന്നുപോയി. അപ്പോൾ ഞാൻ ഒരു 1.5 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിലും നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ നന്നാറി സിറപ്പ് വേണമെങ്കിൽ ചേർക്കട്ടെ. ഈ പൗഡറിൻ്റെ കൂടെ വേണമെങ്കിൽ മധുരത്തിന് പകരം പഞ്ചസാര ചേർക്കുന്നതിന് പകരം നിങ്ങൾക്ക് നന്നാറി സിറപ്പ് വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. അപ്പോൾ പിന്നെ അതിൽ കളർ കുറച്ച് കുറവാണ്. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ സാഫ്രോൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ശരിക്കും ഒരു യെല്ലോ കളറാണ് ഇതിന് വേണ്ടിയത്. അപ്പോൾ ഞാൻ ഇട്ട പൊടി കുറച്ച് കുറഞ്ഞു പോയതുകൊണ്ടാണ് ആ യെല്ലോ കളർ വരാത്തത്. അപ്പോൾ ഞാനിപ്പോൾ ഈ സമയത്ത് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആ പൊടി പൊടിക്കുന്ന സമയത്ത് കുറച്ചും കൂടെ ഇട്ട് കൊടുത്താൽ മതി. ഞാൻ ഇട്ടത് കുറച്ച് കുറഞ്ഞു പോയതുകൊണ്ടാണ് ആ ഒരു കളർ വരാത്തത്. അപ്പോൾ സാഫ്രോൺ ഇല്ലയെന്നുണ്ടെങ്കിൽ, ഒരു കളർ വരണം എന്നുണ്ടെങ്കിൽ യെല്ലോ കളർ ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ ബദാം ഡ്രിങ്ക് കഴിക്കുന്ന സമയത്ത് ബദാം മിൽക്ക് പൗഡർ എന്നൊക്കെ പറഞ്ഞിട്ട് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു കളർ എന്ന് പറഞ്ഞാൽ യെല്ലോ കളറിലാണ് കിട്ടുക, ബദാം മിക്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇനി ലേശം അതിൻ്റെ മേലെ ഒന്ന് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു കുടിക്കുന്ന സമയത്ത് കടിക്കാനൊരു ടേസ്റ്റാണ്, അതുകൊണ്ട് ലേശം ഇട്ട് കൊടുത്തതാണ്. അപ്പോൾ ഇന്ന് കാണിച്ചത് ഈ 3 ഡ്രിങ്കാണ്. നമുക്ക് ഉണ്ടാക്കി സൂക്ഷിക്കാൻ വേണ്ടി പറ്റുന്ന ആ ഒരു റെസിപ്പിയാണ് ഇന്ന് ഞാൻ കാണിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത ഞാൻ പറഞ്ഞല്ലോ, ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയത് നമ്മളെ സമാക്കോൻ്റെ പ്ലഷർ ട്രിപ്പിൻ്റെ ആ ഒരു ഭാഗം കൂടിയാണ്. കുറഞ്ഞ ഭാഗം കേട്ടോ. ഒരു ദിവസം ഫുള്ളായിട്ട് ഇവർക്ക് എല്ലാ വർഷവും കൊടുക്കുന്നതാണ് ഇവരെ കമ്പനി സ്റ്റാഫിന് വേണ്ടിയിട്ടൊരു പ്ലഷർ ട്രിപ്പ് എന്ന് പറയുന്നത്. നല്ല പൈസ മുടക്കിയിട്ടുള്ളൊരു ട്രിപ്പാണ് കേട്ടോ. ഒരു റിസർച്ച് ഡ്രൈവ് എന്നാണ് ഇതിന് പറയുക. അപ്പോൾ ഇത് കംപ്ലീറ്റ് ഇവരെ സമാക്കോന് വേണ്ടിയിട്ട് മാത്രം എടുത്തതാണ്, ഓരോ സ്റ്റാഫ് മാത്രം. അപ്പോൾ ഞങ്ങൾ മാത്രമാണ് ഇവിടെ ഇതിൻ്റെ ഉള്ളിലുള്ളൂ, സമാക്കോയിലുള്ള സ്റ്റാഫ്സ് മാത്രം, ഓരോ ഫാമിലി. അപ്പോൾ ഇവിടെ ഒരുപാട് തരത്തിലുള്ള ഫുഡാണ് കേട്ടോ. എല്ലാം ഫ്രീ ആണ്, മൊത്തം ഫ്രീ ആണ്. നമുക്ക് വേണ്ടി മാത്രമുള്ള ഒരു ട്രിപ്പാണ്. അപ്പോൾ ഈ ഒരു ഫുഡ് എന്ന് പറഞ്ഞാൽ എല്ലാം ഒന്നും എനിക്ക് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി പോലും പറ്റിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓരോന്ന് കഴിഞ്ഞ് ഓരോ ഭാഗത്തേക്ക് ഇങ്ങനെ ഓടി ഓടി പോയതാണ്. അപ്പോൾ കുറഞ്ഞ സമയമല്ലേ ഉള്ളൂ, ഈ ഒരു ഒറ്റ ദിവസമല്ല പരിപാടിയുള്ളൂ. പിന്നെ ഞാൻ എപ്പോഴും പറയലുണ്ട്, കുട്ടികൾക്കെല്ലാം ഇഷ്ടപ്പെട്ട സാധനമാണ് ഈ ഒരു പാൻ കേക്ക് എന്നുള്ളത്. അപ്പോൾ അതാണ് ആദ്യം അത് അവിടെ നിന്ന് കഴിച്ചത്. ഇത് അസ്ലങ്കാൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരെയും ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. ഇത് കുഞ്ഞ്, എൻ്റെ പഴയ വ്ളോഗിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഈ കുഞ്ഞ് എന്ന് പറഞ്ഞാൽ മലപ്പുറത്തുള്ളതാണ്. പിന്നെ റീന ഉണ്ട്, വിജേഷിൻ്റെ ഭാര്യ, സഹദിൻ്റെ ഭാര്യ ഷോയ്മ ഉണ്ട്. പിന്നെ അസ്ലങ്ക കുട്ടികളൊക്കെ എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്, അച്ചിനെ ബാസിനെയൊക്കെ. അപ്പോൾ ഇവർക്കൊന്നും അറിയില്ല, നമ്മളെ മലയാളീസിനൊക്കെ അറിയാം, മറ്റവർക്ക് അറിയാത്തതുകൊണ്ട് അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു കുട്ടികൾ പറഞ്ഞവർക്ക് വേണ്ടിയത് ഇതാന്ന് പറഞ്ഞു. പിന്നെ ഒരു ഭാഗത്ത് ചീസിൻ്റെ പിസകളുണ്ട്, ചീസ് പൈകളുണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ. അപ്പം ഇഷ്ടപ്പെട്ട സാധനങ്ങൾ മാത്രം ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് അങ്ങ് മാറാന്നുള്ളതാണ്. ഇതിപ്പോ നിങ്ങളാന്നല്ല ആദ്യം അറിഞ്ഞോണ്ട് കുഴപ്പമില്ല. കേറാൻ സമ്മതിക്കവര് എന്റേതുണ്ട്. ഇനി എപ്പോഴും നീ ഈ സ്റ്റൈലാക്കിയാൽ മതി. നീ വേണോ?
ഇവിടെ നിങ്ങളെ കൂടെ വേറല്ലേ ലേഡീസ് കഴിഞ്ഞല്ലോ? നിങ്ങൾ മൂന്നാളാ? അപ്പൊ അല്ല, മൂന്നാക്കട ഒരു ഇതിൽ പോകാൻ പറ്റുള്ളൂ. അത് കുഴപ്പമില്ല, അവർ പോയിക്കോളും. അതല്ല കുറച്ച് നേരത്തേക്ക് ഇതെന്ന് പറഞ്ഞാൽ ഈ തലയിൽ കെട്ടുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത് നമ്മൾ ഡെസേർട്ട് ഡ്രൈവിന് പോകുമ്പോൾ നമ്മളെ എന്താ പറയുക, ഭയങ്കര ശക്തിയായിട്ടുള്ള കാറ്റാണ് വരിക. അപ്പോൾ നമുക്ക് മൂക്കും വായൊന്നും അടിഞ്ഞു പോകാണ്ടിരിക്കാനും അതുപോലെ തന്നെ പൊടി കയറാണ്ടിരിക്കുക. നല്ല ഡെസേർട്ട് കൂടിയല്ല പോണത്, അപ്പം നല്ല പൊടി ഉണ്ടാവും. അപ്പം അതിന് വേണ്ടിയിട്ടുള്ളൊരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടുള്ളൊരു കെട്ടലാണ് ഇത്. തോരന്നെ ചെയ്ത് തരണം നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല. താലിബാനായി. ആറ് താലിബാന്മാർ, ഞാൻ താലിബാനല്ല. യൂട്യൂബിലൊക്കെ ഇടുമ്പോൾ ഇങ്ങനെ ലാസ്റ്റ് പുറത്താക്കൂടെ മിക്കവാറും. അപ്പോൾ ഇതാണ് ഡെസേർട്ട് ഡ്രൈവിനുള്ള വണ്ടി കേട്ടോ. അതിങ്ങനെ വരി വരിയായിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. ഒറ്റ ട്രിപ്പിൽ പോവുകയാണ് ചെയ്യുക കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സേഫ്റ്റിയൊക്കെ ആദ്യം തന്നെ ചെയ്ത് വെക്കണതാണ്. അപ്പോൾ എല്ലാവരും വണ്ടി കയറിയിട്ടിട്ട് നല്ല സേഫാണ് കേട്ടോ. ഇത് പേടിക്കാനൊന്നുമില്ല. അത്രയും ബെൽറ്റും കാര്യങ്ങളും അങ്ങനത്തെ എന്താ പറയുക, കണ്ണിന് വരാൻ മറ്റേ ആ ഒരു ഗ്ലാസ്സും ഇതും എല്ലാം തരുന്നുണ്ട്. എല്ലാം ചെയ്ത് വെച്ചിട്ടാണ് ഇവർ വണ്ടി വിടുക. ശരിക്കും ഞാൻ ഇവിടുന്ന് ആദ്യമായിട്ടാണ് പോണത്. അപ്പോൾ ഈ എയറിൽ കൂടി പറക്കുക എന്നൊക്കെ പറയുന്നത് നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ. ശരിക്കും അത് തന്നെയാണ് സംഭവം. നമ്മളിങ്ങനെ എയറിൽ പറക്കണ പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുക. അത്രയും സ്പീഡിൽ ഇങ്ങനെ പറന്ന് പറന്ന് ഭയങ്കര സ്മൂത്തായിട്ടാണ് പോവുകയും ചെയ്യുക. അടിപൊളിയാണ് കേട്ടോ, സൂപ്പറാണ്. എന്താ പറയുക, ഇപ്പോഴും അത് ഓർമ്മയിലുണ്ട്. അടിപൊളിയാണ് കേട്ടോ. കഴിഞ്ഞ ആഴ്ചയാണ് ഈ പരിപാടി എന്ന് പറയുന്നത്. പിന്നെന്ന് പറഞ്ഞാൽ ഇത് പോണ സമയത്ത് ആർക്കും ക്യാമറ ഒന്നും പിടിച്ചില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ ക്യാമറ ഒന്നും ചിലപ്പോൾ നമ്മളെ കയ്യിലുണ്ടാവില്ല. അത്രയും സ്പീഡ് പോണ സാധനമാണ്. എൻ്റെ കയ്യിലുള്ള മോതിരമൊക്കെ ശരിക്കും വളഞ്ഞു പോയിണ്. അത്രയും ഞാൻ മുറുക്കി പിടിച്ചതുകൊണ്ടാണെന്ന് തോന്നുന്നു. എങ്ങനെയാണ് വളഞ്ഞതെന്ന് എനിക്കറിയില്ല. ശരിക്കും വളഞ്ഞു പോയിട്ടുണ്ട്.
അപ്പോൾ അതുകൊണ്ട് തന്നെ ക്യാമറ എടുക്കലൊന്നും നടക്കൂല. ഇപ്പം വേറെ ഏതെങ്കിലും വണ്ടിയിൽ അല്ലെങ്കിൽ ആരെങ്കിലും പോകണമല്ലോ അല്ലെങ്കിൽ ദൂരത്ത് നിന്നൊക്കെ എടുക്കുകയാണെങ്കിൽ പറ്റുന്നല്ലാണ്ട് നമുക്ക് സ്വന്തം ഇത് എടുക്കാൻ വേണ്ടി പറ്റൂല. ഇതിപ്പോൾ അതാ പുറത്തേക്ക് കിടക്കുകയാണ്. ഇത് കുറച്ച് നമ്മളിപ്പോൾ ഈ ഒരു ടെൻറ്റിൻ്റെ ഉള്ളിലാണുള്ളത്. ഇങ്ങനെ ഒരു ഏക്കർ കണക്കിന് സ്ഥലം പോലത്തെ ഒരു സ്ഥലമാണ് ഇങ്ങനെ കമ്പനി എടുത്ത. അതിൻ്റെ പുറത്താണ് ആ ഡെസേർട്ടിലേക്കുള്ള ഡ്രൈവ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങോട്ടേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. കാരണം അത്രയും സ്പീഡിൽ ഇവലിങ്ങനെ പറന്ന് പറന്ന് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പം അതുവരെയുള്ള വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നുള്ളൂ കേട്ടോ. ബാക്കി എനിക്ക് എടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മളെ ഡെസേർട്ട് ഡ്രൈവ് ഒക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്തതെന്ന് പറയുന്നത് ഇവിടുത്തെ ബഗ്ഗി ഇങ്ങനത്തെ ഈ ഒരു ഇതിൽ പോകുന്ന അതുണ്ട്. അത് പറഞ്ഞ പോലെ ഇങ്ങനെ എല്ലാവരും വരിവരായിട്ട് നിന്നിട്ട് എല്ലാത്തിലും കയറാണ്. ഇഷ്ടംപോലെ ആൾക്കാർ കമ്പനി സ്റ്റാഫ് തന്നെ ഉള്ളതുകൊണ്ട് നമ്മൾ കുറച്ച് ലൈന് നിൽക്കണം എല്ലാം കിട്ടണമെങ്കിൽ കേട്ടോ. വേറെ ആരുമില്ല, നമ്മൾ തന്നെ ഉള്ളൂ, ഫ്രീ ആണ്. എന്നാലും ഒരുപാട് ആൾക്കാരുള്ളതല്ല. അപ്പോൾ ഇങ്ങനെ ക്യൂവിൽ നിന്നിട്ടാണ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നൊരു നാലോ അഞ്ചോ വണ്ടിയാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. അപ്പോൾ ആച്ചിയും ബാസിയും മുന്നിൽ പോയി, വിജേഷിത പോണ്. അപ്പോൾ എല്ലാം ചെറിയ ചെറിയൊരു ക്ലിപ്പായിട്ടാണ് ഞാൻ ഇട്ട് തരുന്നുള്ളൂ കേട്ടോ. കാരണം ഒരുപാട് നിങ്ങളെ ബോറടിപ്പിക്കണ്ടെന്നുള്ളതിൽ ചെറിയ ചെറിയൊരു ഭാഗമായിട്ട്. അപ്പം ബാസി ഇതാ ഫസ്റ്റ് പോയത് ഓനാണ്, പിന്നെ ആച്ചി പോയി, പിന്നെ വിജീഷ് പോയി. ഇനിയിപ്പോൾ അടുത്തത് കയറാൻ വേണ്ടി പോണത് റീനാണ് കേട്ടോ, വിജീഷിൻ്റെ ഭാര്യ. ഇവരൊക്കെ പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതമാണ്. എൻ്റെ ഒരുപാട് വ്ളോഗിലൊക്കെ ഉള്ള ആൾക്കാരാണ്. റീനയും കയറുകയാണ്. ഇനിയിപ്പോൾ ഓരോരോ വണ്ടി ഫ്രീ ആകുന്നതിനനുസരിച്ചാണ് അടുത്ത ആൾക്ക് കയറാനുള്ള ചാൻസ് എന്ന് പറയുന്നത്. അസ്ലങ്കാണ് മുന്നിലുള്ളത്. ഇനിയിപ്പോൾ അടുത്തത് ഞാനും. എനിക്കിവിടെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, ഇത് ഓടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ആദ്യ ഹോട്ടലുണ്ട്, ഇത് ഭയങ്കര രസമാണ് ഇതും കൊണ്ട് പോകാൻ. ലിയാനൊക്കെ ഓക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് ഇതാവാൻ. അപ്പോൾ എൻ്റെതും കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്തത് ലിയാനൻ്റെതാണ് കേട്ടോ. ലിയാനൻ്റെ കൂടെ ഷോയ്മയും കൂടെ കയറുന്നുണ്ട്. സാദിൻ്റെ ഭാര്യ, കുഞ്ഞിൻ്റെ മോൻ്റെ ഭാര്യയാണിത് കേട്ടോ. ഞാൻ നേരത്തെ കാണിച്ചില്ലേ, കുഞ്ഞിൻ്റെ മോൻ്റെ ഭാര്യയാണ്. അപ്പോൾ ഇവർ രണ്ടാളും ഒന്നിച്ചാണ് പോണത്. കാരണം വെയിറ്റ് ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ രണ്ടാൾക്ക് കയറാമെന്ന് പറഞ്ഞു. പിന്നെ ഷോയ്മക്ക് ഇഷ്ടം ഓളെ കൂടെ പോകാനാന്ന് പറഞ്ഞിട്ട് അങ്ങനെ രണ്ടാളും കൂടെ ഒന്നിച്ചാണ് പോയത്. അപ്പോൾ ലിയാനക്കും ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു വകയിൽ പോകാമെന്ന് പറയുന്നത്. ഓളും ആദ്യം ഇതിൽ പോയിട്ട് ശീലമുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും കയറലുണ്ട് ഇങ്ങനെ ഇടം പോയാലൊക്കെ, ട്രിപ്പിനൊക്കെ പോയാലൊക്കെ. അപ്പോൾ അസ്ലങ്ക രണ്ടാമത്തെ ട്രിപ്പ് പിന്നെയും പോവാണ് കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ ട്രിപ്പ് പിന്നെയും കയറി. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് അടുത്തത് നമ്മൾ പോണത് സിപ്പ് ലൈനിലാണ് കേട്ടോ. അതുകൊണ്ട് ഒരുപാട് ഇതുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഒറ്റ ദിവസമല്ലേ ഉള്ളൂ, അതിൻ്റെ ഉള്ളിലെല്ലാം തീർക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഒരുപാട് വെറൈറ്റി ഫുഡൊക്കെ ഉണ്ട് ഇവിടെ. പക്ഷേ അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാനൊന്നും അതിനൊന്നും പോയിട്ടില്ല. കാരണം അപ്പോഴത്തേക്ക് സമയം കഴിഞ്ഞു പോകില്ല. ഇരുടാകണതിൻ്റെ മുന്നേ കംപ്ലീറ്റ് കവർ ചെയ്യണം എന്നുള്ളതിൽ ഓടിയതാണ്. അപ്പോൾ അത് അടുത്ത സിപ്പ് ലൈന് തുടങ്ങിയിട്ടുണ്ട്. ഫസ്റ്റ് വരുന്നത് അസ്ലങ്കാണ് കേട്ടോ. അപ്പോൾ സൂം ചെയ്ത് എടുത്തിട്ടില്ല, ഇങ്ങനെയാണുള്ളത്. അപ്പോൾ ഓരോരുത്തരെ ചെറിയ ചെറിയ ഭാഗമായിട്ട് കാണിക്കുന്നത്. പിന്നെ ഞാനും ഇതിൽ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഞാൻ കയറുന്നത്. ഞാനിതുവരെ പോയിട്ടില്ല. ഇപ്പോൾ അടുത്ത ആൾ കയറാൻ തുടങ്ങി. ഇത് വാസിയാണ്. ശരിക്കും ഇതും ഒരു എയറിലൊക്കെ പറക്കുക എന്ന് പറയുന്ന ഒരു അനുഭവം തന്നെയാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ട് കയറിയോണ്ടാണോ എന്ന് എനിക്ക് അങ്ങനെ തോന്നണമെന്ന് അറിയില്ല. ശരിക്കും ഒരു എയറിൽ പറക്കണ പോലെ തന്നെയാണുള്ളത്. അടുത്ത കയറി ലിയാനാണിത്. ഇനിയിപ്പോൾ അടുത്ത അങ്ങനെ അവിടെ അങ്ങനെ ക്യൂ ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ, വഴിക്ക് വയ്യായിട്ട്. ഇനിയിപ്പോൾ അടുത്തത് റീനാണ് വരുന്നത്. ഇത് വിജേഷിൻ്റെ റീന. നല്ല ആൾ സ്മാർട്ടാണ്, എല്ലാത്തിലും ഉഷാറാണ് കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത ആൾ കയറിയിട്ടുണ്ട്. ഇനി ആച്ചിയാണെന്ന് തോന്നുന്നു. ആച്ചിയല്ലേ? ആ ആച്ചി. അടുത്തത് ആച്ചി. അപ്പോൾ അത് ആച്ചിയും ഇവിടെ എത്തി. ഇനി അടുത്തത് ആരാണ്? അവിടെ എത്തിക്കഴിഞ്ഞാൽ ആ കമ്പി പിടിക്കുകയാണ് ചെയ്യുക കേട്ടോ. എന്നിട്ടാണ് പിന്നെ ഇതാവുക. ഇത് ഞാനാണ് കേട്ടോ, പോലെ. അപ്പോൾ എൻ്റെ ആ ഒരു ആഗ്രഹം തോന്നുന്നു. എനിക്ക് കുറേ ആയിട്ടുള്ളൊരു ആഗ്രഹമായിരുന്നു ഈ സിപ്പ് ലൈനിൽ കയറുക എന്ന് പറയുന്നത്. ഞാൻ ഇതുവരെ കയറിയിട്ടില്ല. എന്തായിരിക്കും അനുഭവം എന്നുള്ളത്. എപ്പോഴും ഒരു പേടിയാണ് എൻ്റെ വെയിറ്റ് താങ്ങുമോ എന്നുള്ള. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കയറിയില്ല. ഫസ്റ്റ് ടൈമാണ് ഞാൻ കയറുന്നത് കേട്ടോ. അപ്പോൾ അതും കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്തത് വിജേഷാണ്. വിജേഷിൻ്റെ അതും കഴിഞ്ഞു. അവരൊക്കെ പിന്നെ അത് കയറി കയറി തയക്കവും പയക്കവും ഉള്ള ആൾക്കാരായതുകൊണ്ട് അവരൊക്കെ സിമ്പിളായിട്ടാണ് നിൽക്കണത്. അല്ലാണ്ട് എവിടെയും പിടിക്കണമൊന്നുമില്ല. ഞാനാന്ന് തോന്നുന്നില്ല ആദ്യമായിട്ട് കയറിയ ആൾ. അല്ല, സെമി ഫസ്റ്റ് ടൈം ആണെന്ന് പറഞ്ഞു. ആൻസിൻ്റെ ഭാര്യ സെമി ഫസ്റ്റ് ടൈം കയറിയാന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ നമ്മളെ സിപ്പ് ലൈൻ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ എല്ലാവരും ഉൾപ്പെടുത്തിയിട്ടില്ല. വീഡിയോ ലെങ്തി ആയി പോകുന്നതിന് വേണ്ടിയിട്ടാണ് ചെറിയ ചെറിയ ഒരു ഇതായിട്ട് എടുത്തത് കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത ഭാഗത്തേക്ക് നമുക്ക് നീങ്ങാം.
ആംബുലൻസ് ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എന്തെങ്കിലും അപകടമൊക്കെ പറ്റിയാലൊക്കെ പെട്ടെന്ന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ തന്നെ ഉണ്ട്. ഇതെന്ന് പറയുന്നത് ഇവിടെ എന്തോ ഒരു ഗെയിം നടക്കുന്നുണ്ട് കേട്ടോ. അതിലൊക്കെ എല്ലാവരും വല്ല സ്റ്റാഫിന് മാത്രമായിട്ടുള്ള എന്തോ ഒരു ഗെയിംസാണ്. പ്രൈസൊക്കെ ഉണ്ട്. നമ്മളെ പസിൽസ് ഇല്ലേ, അതാണ് കേട്ടോ ശരിക്കും ഇവരെ പസിൽ മാച്ച് ആക്കൽ, അങ്ങനത്തെ എന്തോ ഒരു ഗെയിമാണ്. ഇതാണ് നമ്മളെ ആ ഒരു വില്ല എന്ന് പറയുന്നത്, ടെൻറ്റ് കേട്ടോ. ഇതൊക്കെ ടെൻറ്റാണ്. ടെൻറ്റ് എന്നല്ല, ഇത് സ്ഥിരമായിട്ടുള്ള ടെൻറ്റ് അങ്ങനെ പറയാം. ഇപ്പം വലിയ അങ്ങനത്തെ അപ്പുറം ഇപ്പുറമൊക്കെ ആയിട്ട് ഇതാണുള്ളത്. പുറമെ വേറെ ഉണ്ട്. അടിപൊളി സെറ്റപ്പാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ എല്ലാ ഇതും ഉണ്ട്. ഇതുപോലത്തെ അത്രയും വലുത് അപ്പുറവും ഉണ്ട്. എല്ലാവരും ഒന്നിച്ച് തന്നെയാണ് കേട്ടോ. ആണുങ്ങൾ പെണ്ണുങ്ങളൊക്കെ എല്ലാം ഒന്നിച്ച് തന്നെയാണ്. പിന്നെ ഇത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സെപ്പറേറ്റ് ചിൽഡ്രൻ പാർക്ക് എന്ന് പറഞ്ഞിട്ട് വേറൊരു ഭാഗമുണ്ട്. ഇതാണ് സെമി കേട്ടോ, അനസിൻ്റെ ഭാര്യ ടീച്ചറാണ്. പിന്നെ നമ്മളിപ്പോൾ ഡിന്നറിൻ്റെ ടൈമായി. ഇവിടുത്തെ ലൈവ് ഇതാണ് കേട്ടോ. മട്ടനാണ് മെയിനായിട്ട്, ഫുള്ള് മട്ടൻ തന്നെയാണ്. ചിക്കനും അടിപൊളിയായിരുന്നു കേട്ടോ. സൂപ്പറാണ്. മട്ടനൊക്കെ തിന്ന് പൂത്തിയിടുകയെന്ന് അറിയില്ല, അത്രയും അടിപൊളിയായിരുന്നു ഫുഡൊക്കെ. സൂപ്പർ. പിന്നെ മന്തി ഉണ്ട്. ഈ വൈറ്റ് റൈസ് കാണുന്നത് അതും ഒരു തരം മന്തി തന്നെയാണ് കേട്ടോ. നമ്മളെ നെയ്ച്ചോറല്ല, അത് മന്തിൻ്റെ ഫ്ലേവറിലുള്ള വൈറ്റ് റൈസാണത്. അത് ശരി, നിങ്ങൾ മലയാളിയാണ്. ശരി. മലപ്പുറം കോട്ടയ്ക്ക്. ഞാൻ കൊപ്പാണ്. ഞങ്ങള് ഇസ്ലാമിലാണ്.